ഒരു പ്രസവം കാരണം ആരോഗ്യം കൂടുന്നവരും ഉണ്ടാവും, ആരോഗ്യം കുറയുന്നവരും ഉണ്ടാവും. ഈ പ്രസവ രക്ഷയിൽ പല ഭാഗത്തും പല കുറുക്കുമരുന്നുകളായിരിക്കും, പല ലേഹ്യങ്ങളായിരിക്കും, പല ആഹാരങ്ങളായിരിക്കും. പലതും ഒഴിവാക്കും, പലതും സ്പെഷ്യലായിട്ട് കൊടുക്കും. വേദ പിടിക്കുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും, ബോഡി മസാജ് വ്യത്യാസം ഉണ്ടായിരിക്കും, ഉപയോഗിക്കുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ ഐറ്റംസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് പ്രസവരക്ഷ സീരീസിന്റെ എൻഡിങ് പാർട്ടാണ്. കുറുക്കുമരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇലകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഇലകൾ ഇനിയും ഉണ്ടാവും, അറിയാവുന്നവർ കമന്റ് ചെയ്യണം. പിന്നെ പേറ്റ് മരുന്നെന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങാടി മരുന്നുകൾ വെച്ചിട്ട് കുറുക്കുണ്ടാക്കും, ലേഹ്യം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പ്രസവരക്ഷയിൽ പിന്നെയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. ഇലകൾ പോലെ തന്നെ കരിപ്പട്ടി, നെയ്യ്, പാൽമുതകിൻ കിഴങ്ങ്, എള്ള്, എള്ളെണ്ണ, വെളുത്തുള്ളി, ആശാളി, കരിഞ്ചീരകം, അയമോദകം, ശതകുപ്പ, സാധാരണ ഇഞ്ചി, പച്ചമഞ്ഞള്, ഉണ്ടമഞ്ഞള്, തെറ്റിപ്പൂവ്, അശോക തെറ്റിപ്പൂവ്, പാൽക്കായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പച്ചമരുന്നുകളാണെങ്കിലും അങ്ങാടി മരുന്നുകളാണെങ്കിലും ഒക്കെ പല ഏരിയയിൽ പല രീതിയിൽ കുറുക്കാക്കിയും ലേഹ്യമാക്കിയും അവലോസ് പൊടി പോലെ ആക്കിയും പുട്ടാക്കിയും അങ്ങനെയൊക്കെ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു ആയുർവേദ എക്സ്പെർട്ടിന്റെ ഗൈഡോട് കൂടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ പറയാൻ കാരണം എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഹെൽപ്പായിട്ട്, എനിക്കൊരു ഗൈഡായിട്ട് നിന്നത് ഇവിടെ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ ഗൈനക് PG ചെയ്ത ഒരു ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ അഞ്ജു VR ആണ്. ഞാൻ പേജ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, കോൺടാക്ട് നമ്പറും മെൻഷൻ ചെയ്തേക്കാം. കാരണം നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്, നമ്മുടെ സ്കിന്നിന് എന്താണ് പറ്റുന്നത്, നമ്മുടെ ഹെയറിന് എന്താണ് പറ്റുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഈ പ്രസവരക്ഷയിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അതിന്റെ എക്സ്പേർട്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നോർമൽ ഡെലിവറിക്ക് ഒരു രീതി, C-സെക്ഷൻ ഒരു രീതി, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഈ കുറുക്ക് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, കുഞ്ഞിന് വയറിന് അസ്വസ്ഥത വരുമോ, കരച്ചിലുണ്ടാവോ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലൂസ് മോഷൻ ഉണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെ കുറുക്ക് മരുന്നുകൾ നമ്മൾ അത്രയും സേഫ് ആയിട്ട് അത്രയും ചെറിയ അളവിൽ ആദ്യമേ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അമ്മമാർ അരിഷ്ടം പോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ്. ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കുന്ന ദിവസങ്ങളിൽ കുഞ്ഞ് നന്നായിട്ട് കരയുകയോ അല്ലെങ്കിൽ മോഷനിൽ എന്തെങ്കിലും കളർ ഡിഫറൻസ് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ കുറുക്ക് മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചിലകളൊക്കെ കളക്ട് ചെയ്യുന്നത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ളവർ വേണം. അതും റോഡ് സൈഡിലുള്ളതും അല്ലെങ്കിൽ രാസവളങ്ങളോ പെസ്റ്റിസൈഡ്സോ ഉപയോഗിച്ചിട്ടുള്ള പുരയിടങ്ങളിൽ നിന്നോ കളക്ട് ചെയ്യരുത്. പിന്നെ ഇലകൾ വെച്ചിട്ട് കുറുക്ക് മരുന്നുകൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ജീരകം ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഒരു രീതി വെച്ചിട്ട് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് കൊടുക്കുന്നത്. കരിപ്പെട്ടി, നെയ്യ്, എള്ളെണ്ണ, പിന്നെ കുറെ ചോറ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നന്നായിട്ട് വെയിറ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഓവറായിട്ട് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കുറയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ വെയിറ്റ് കൂടുന്നത് ഒട്ടും നല്ലതും അല്ല. അപ്പൊ ബാലൻസ്ഡ് ആയിട്ട് പ്രോട്ടീനും ഫൈബറും മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ അത്യാവശ്യം പ്രസവരക്ഷയ്ക്കുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി നന്ദി.